നമസ്കാരം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? സ്വാമി ചിദ്ഭവാനന്ദന്റെ രചനകളിലെ നിൻ സെയൽ, അതായത് അങ്ങയുടെ പ്രവൃത്തി എന്ന ഭാഗം ഈയൊരു ചോദ്യത്തിനാണ് ഉത്തരം തരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു, ഒരു വിജയം നേടി. ആ നേട്ടത്തിന് പിന്നിൽ ശരിക്കും ആരാണ്? ആ പ്രവൃത്തിയുടെ യഥാർത്ഥ കർത്താവാരെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് നമ്മൾ തന്നെയല്ലേ എടുക്കാറ്? അത് നമുക്കിഷ്ടവുമാണ്. പക്ഷേ ഈ എന്റെ പ്രവൃത്തി എന്ന തോന്നൽ അതൊരു മിഥ്യാബോധമാണെങ്കിലോ? ആ ഒരു ചിന്തയില്ലേ, അതാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ആ ഫീലിംഗ് അറിയാമായിരിക്കും അല്ലേ? ഒരു വലിയ പ്രൊജക്റ്റ് തീർക്കുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോഴോ ഇത് ഞാൻ ചെയ്തു എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയില്ലേ? ആ ഒരു നിമിഷം ആ നേട്ടത്തിന്റെ മുഴുവൻ ഉടമസ്ഥതയും നമ്മളങ്ങ് ഏറ്റെടുക്കും. പക്ഷേ സ്വാമി ചിദ്ഭവാനന്ദൻ ഇതിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം ഒരു വലിയ ശക്തിയുടെ പ്രവൃത്തിയാണ്. അതിൽ കുറച്ചെടുത്ത് ഇത് എന്റെ ആണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ സ്വയം കുരുക്കൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ തന്നെ നമുക്ക് കെട്ടുപാടുകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ബന്ധനം അല്ലെങ്കിൽ കെട്ടുപാടെന്ന് പറയുന്നത്? സിമ്പിളായി പറഞ്ഞാൽ അത് നമ്മുടെ ഈഗോ ഉണ്ടാക്കുന്നൊരു കുരുക്കാണ്. സത്യത്തിൽ നമ്മുടേതല്ലാത്തൊരു കാര്യത്തിന്റെ കർത്തൃത്വം നമ്മൾ ഏറ്റെടുക്കുമുണ്ടാകുന്ന ഒരുതരം മാനസിക ഭാരമില്ലേ, അതാണ്. ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. സാരമില്ല, ഇതൊന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഈ ആശയം വിശദീകരിക്കാൻ വേണ്ടി രജനിയിൽ തന്നെ ഉപയോഗിക്കുന്നൊരു ഉദാഹരണമാണ് ഒരു അദൃശ്യമായ ഊർജ്ജത്തിന്റെ ഉദാഹരണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരൊറ്റ ശക്തി. ഏതാണത്? വൈദ്യുതി തന്നെ, കറണ്ട്. ഈ ഒരു ആശയം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല. അപ്പോൾ ഈ പ്രവൃത്തിയുടെ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഒരു പവർ സോഴ്സ് ഉണ്ട്. അതിനെ നമുക്ക് ദൈവികമായ ഇച്ഛ എന്ന് വിളിക്കാം. ആ സോഴ്സിൽ നിന്ന് എന്തു വരുന്നു? കറണ്ട്, അതായത് ദൈവികമായ ഊർജം. ഈ ഊർജം പല ഉപകരണങ്ങളിലേക്ക് എത്തുന്നു. ഒരു ചക്രത്തിലേക്ക്, ഒരു ബൾബിലേക്ക്, ഒരു സ്പീക്കറിലേക്ക്, ഒരു സ്റ്റൗവിലേക്ക്, അങ്ങനെ. അവസാനം എന്ത് സംഭവിക്കുന്നു? ഈ ഉപകരണങ്ങൾ ഓരോന്നും ഓരോ പണിയെടുക്കുന്നു. ചക്രം കറങ്ങുന്നു, ബൾബ് കത്തുന്നു, സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരുന്നു, സ്റ്റൗ ചൂടാകുന്നു. കണ്ടോ? ഒരേ ഒരു ഊർജം, പക്ഷേ പ്രവൃത്തികൾ പലതാണ്. സിമ്പിളല്ലേ? ഓക്കെ, ഈ ഉദാഹരണം കൊള്ളാം. പക്ഷേ ഇതിന് നമ്മുടെ ചിന്തയുമായിട്ട് എന്ത് ബന്ധം? നമുക്കെവിടെയാണ് തെറ്റുപറ്റുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാവുന്നത്. ഈയൊരു താരതമ്യം നോക്കിക്കേ. ഒരു സൈഡിൽ യാഥാർത്ഥ്യം, കരണ്ട് കൊണ്ടൊരു ബൾബ് കത്തുന്നതുപോലെ എല്ലാം നടക്കുന്നത് ദൈവികമായൊരു കൽപ്പന പ്രകാരമാണ്. ഇനി മറ്റേ സൈഡ് നോക്കൂ. അതാണ് നമ്മുടെ മിഥ്യാധാരണ. ഈ സത്യം അറിയാത്ത ആൾ താനാണിതൊക്കെ ചെയ്യുന്നത് എന്ന് സ്വയം വിചാരിക്കുന്നു. ഇത് ശരിക്കും ഒരു ബൾബ് ഞാനാണ് ഈ വെളിച്ചം തരുന്നത് എന്ന് അഹങ്കരിക്കുന്നത് പോലെയുണ്ടല്ലേ? അപ്പോൾ ഈ ആശയം വെറും ഒരു ബൾബിന്റെയോ ഫാനിന്റെയോ കാര്യമല്ല. ഇത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സത്യമാണ്. ഒരു മഹാത്മാവിന്റെ, ഒരു സന്യാസിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ ലോകം എങ്ങനെയായിരിക്കും കാണുക? നമുക്ക് നോക്കാം. തായുമാനവർ എന്ന ഒരു വലിയ സിദ്ധൻ എഴുതിയ വരികൾ കേൾക്കും. അദ്ദേഹം പാടുകയാണ്: പാർക്കിൻ അണ്ടപിണ്ട പരപ്പനേത്തും നിൻ സേലെ യാർക്കും സേലല്ലേ അയ്യാ പരാപരമേ. എന്താ ഇതിന്റെ അർത്ഥം? ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എല്ലാം അങ്ങയുടെ പ്രവൃത്തിയാണ്. ഇവിടെ ആർക്കും സ്വന്തമായ ഒരു പ്രവൃത്തി പോലുമില്ല. എന്തു ഭംഗിയായിട്ടാണ് ആശയം ഒരൊറ്റ വരിയിൽ ഒതുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കേട്ടു. ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? ഇതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്? സംഗതി ഇത്രയുള്ളൂ. നമ്മൾ ഞാൻ എന്ന് പറയുന്നതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ നമുക്കിതൊന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, ഇത് എന്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ സ്വയം ബന്ധനത്തിലാവുന്നു. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം ഒരു വലിയ ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരു തരം സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ ചുരുക്കത്തിലെന്താ? ഞാനാണതൊക്കെ ചെയ്യുന്നത് എന്ന നമ്മുടെ ആ ഒരു ഫീലിംഗ്, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടേതല്ലെങ്കിൽ പിന്നെ ഈ ഞാൻ എന്ന് പറയുന്ന ഈ ബോധത്തിന് ഇവിടെ എന്താണ് റോൾ? എന്താണ് ഇതിന്റെ യഥാർത്ഥ പങ്ക്? ഇത് ശരിക്കും ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ട ഒന്നാണ്.